ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ മുനബ്ബിഹാത്ത്, ഉണർത്തുമൊഴികൾ. പരലോകത്തേക്കുള്ള യാത്രയിൽ നാം ഒരുങ്ങേണ്ട രൂപങ്ങൾ എങ്ങനെയാണ്, ആ യാത്രയുടെ ഒരുക്കം എങ്ങനെയായിരിക്കണം എന്നുള്ള ഉണർത്തുമൊഴികളാണ്. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവരുടെ ഒരു വാചകമാണ്, ഒരു മൊഴിയാണ് ഇനി നമ്മൾ പറയുന്നത്. ഹിജ്റ 258 വഫാത്തായ, പ്രപഞ്ച പരിത്യാഗിയായി ജീവിച്ച, സാഹിദായി ജീവിച്ച വലിയ വാഇദ്, ജനങ്ങളെ നന്നായി ഉപദേശിച്ച് സംസ്കരിച്ച മഹാനാണ്. മാ അസല്ലാഹ കരീമുൻ വമാ ആസറ ദുനിയ അലൽ ആഖിറത്തി ഹക്കീമുൻ. മാന്യനായ ഒരാളാണെങ്കിൽ, മാന്യത എന്നത് ഉണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്യുകയില്ല, അള്ളാഹുവിനെ അവൻ ധിക്കരിക്കൂല. അതേപോലെ യഥാർത്ഥ ഇൽമ് ഉൾക്കൊണ്ട ഹക്കീമാണെങ്കിൽ അവൻ ആഖിറത്തേക്കാൾ ദുന്യാവിന് സ്ഥാനം കൊടുക്കൽ എന്നത് ഉണ്ടാവുകയില്ല. നമ്മൾ സുനായിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വാചകത്തിൽ തന്നെ രണ്ട് ഉപദേശങ്ങൾ ഉണ്ടാവുക, രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുക. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരു ഉപദേശമാണ് നാം ഇപ്പോൾ പറഞ്ഞത്. മാന്യതയുള്ളവൻ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്യലെന്നുള്ളതുണ്ടാവില്ല. ഹക്കീം ആണെങ്കിൽ, അഥവാ വിജ്ഞാനം, അത് ഫലപ്രദമായ വിജ്ഞാനം ലഭിച്ചവനാണെങ്കിൽ അവൻ ആഖിറത്തേക്കാൾ ദുന്യാവിന് സ്ഥാനം കൊടുക്കൽ എന്നത് ഉണ്ടാവില്ല. മഹാനായ അഅ്മശ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉപദേശം. ഹിജ്റ 148 ജനിച്ച, 148 വഫാത്തായ വലിയ മഹാൻ, പ്രസിദ്ധനായ താബിഈ പണ്ഡിതനാണ്. താബിഈ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സഹാബിമാരെ കണ്ടവരാണ്, സഹാബിമാരോട് സഹവസിച്ചവരാണ്. അഅ്മശ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന റഅ്സുമാലിഹി അത്തഖ്വാ ഖല്ലത്തിൽ അൽസിനത്തു അൻ വസ്ഫി ലിബ്ഹിദീനിഹി. ഒരാളുടെ മൂലധനം തഖ്വയാണെങ്കിൽ, അയാളുടെ ഈ ദുന്യാവിലുള്ള ഏർപ്പാടുകളുടെയൊക്കെ മൂലധനം, അയാളുടെ ജീവിതത്തിൻ്റെ മൂലധനം തഖ്വയായിരിക്കണം, അടിസ്ഥാനം. എങ്കിൽ അയാളുടെ ദീനിൻ്റെ ലാഭത്തെ വർണ്ണിക്കുന്ന വിഷയത്തിൽ നാവുകൾ പരാജയപ്പെട്ടു പോകും. ആളുകളുടെ നാവുകൾക്ക് ഈ പറയുന്ന ആളുടെ ദീനിൻ്റെ ലാഭം വർണ്ണിക്കാൻ കഴിയില്ല, അയാളുടെ ദീനിൻ്റെ പുരോഗതി. അതേസമയത്ത് വമങ്കാന റഅ്സുമാലിഹി അദ്ദുന്യാ കല്ലത്തിൽ അൽസിനത്തു അൻ വസ്ഫി ഖുസ്റാനി ദീനിഹി. ഒരാളുടെ മൂലധനം എന്നുള്ളത് ദുന്യാവാണ്, അയാളുടെ മെയിൻ കാര്യം എന്നുള്ളത് ദുന്യാവാണ്, ദുന്യാവ് സമ്പാദിക്കണം എന്നുള്ളതാണ്, അതിനുള്ള വഴികളെന്താണ്, അതുമാത്രമാണ് ചിന്ത. എങ്കിൽ അയാളുടെ ദീന് പരാജയത്തിലാണ്. ആ പരാജയത്തിൻ്റെ വർണ്ണനയ്ക്ക് നാവിന് കഴിയില്ല. നാവിന് കഴിയാത്ത അത്രയും വലിയ പരാജയമാണ് അയാളുടെ ദീനിന് സംഭവിച്ചിരിക്കുന്നത്. അതൊന്നും വർണ്ണിച്ചു തീർക്കാൻ ഒരാളുടെയും നാവിന് സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അഅ്മശ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചിന്തനീയമായ ഉപദേശമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു വലിയ ഹദീസ് പണ്ഡിതനാണ്, വലിയ ഹദീസ് പണ്ഡിതൻ. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിൽ മുഅ്മിനീങ്ങളുടെ ലീഡറാണ് എന്ന പേരൊക്കെ ഉണ്ട് മൂപ്പർക്ക്. മഹാനര് ജനിച്ചതും വളർന്നതൊക്കെ കൂഫയിലാണ്. ഹിജ്റ 161 ആണ് അവിടുത്തെ വഫാത്തുണ്ടായിട്ടുള്ളത്. സുഫിയാനു സൗരിയുടെ ഒരു വാചകം കാണാം.
സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു മാസിയത്തിൻ അൻ ശഹ്വത്തിൻ, വികാരമുണ്ടല്ലോ അതിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഏത് പാപവും ഫഇന്നഹു യുർജാ ഗുഫ്റാനുഹാ, അത് പൊറുക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ്. ഒരാൾക്കുണ്ടായ ആഗ്രഹങ്ങൾ, ആഗ്രഹം എന്ന് പറയുമ്പോൾ അതാണ് വിശപ്പ്, അതാണ് ദാഹം, അതാണ് കാമം. ഇതൊക്കെ മനുഷ്യൻ്റെ പ്രകൃതിയിൽ, മനുഷ്യപ്രകൃതിയിൽ കൂട്ടപ്പെട്ടതായ ചില കാര്യങ്ങളാണ്. അങ്ങനെയുള്ള പ്രകൃതിയിലാണ് പടച്ച തമ്പുരാൻ നമ്മളെയൊക്കെ സംവിധാനിച്ചത്. അപ്പം അത് വഴിയായിട്ട് ഒരാൾ തെറ്റിൽപ്പെട്ടാൽ, വിശപ്പ്, ദാഹം, അതേപോലെ കാമം പോലെയുള്ള പ്രശ്നങ്ങൾ വഴി ഒരാൾ തെറ്റിൽപ്പെട്ടാൽ അവൻ അവൻ നന്നായിട്ട് പടച്ചവനോട് തേടിയാൽ അത് പൊറുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടാം. അതേസമയത്ത് കുല്ലു മാസിയത്തിൻ അനിൽ കിബിരി ഫഇന്നഹു ലാ യുർജാ ഗുഫ്റാനുഹാ, കിബറിൽ നിന്ന് ഉത്ഭൂതമാകുന്ന, അഹങ്കാരത്തിൽ നിന്ന് വരുന്ന തെറ്റുകൾ അത് പൊറുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടാൻ പാടില്ല. പൊറുക്കൽ നല്ല പണിയാണ്. അഹങ്കാരത്തിൽ നിന്ന് വരുന്നതായ എന്ത് തെറ്റുകൾ, അത് പുറത്ത് ആൾ നന്നാവുക എന്നത് കുറച്ച് പണിയാണ്. ഈ അഹങ്കാരത്തിൽ നിന്ന് മനുഷ്യൻ പെടുന്ന ഒരു മാസിയത്താണ്, ഒരബദ്ധമാണ്, വലിയ തെറ്റാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്, പുത്തൻവാദം. അതിൻ്റെ ബിദ്അത്തിൻ്റെ മുഖമുദ്ര, അടിസ്ഥാനം എന്നുള്ളത് പൂർവികരെ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്ന ഒരു കിബറാണ്, ഒരു അഹങ്കാരമാണ്. അപ്പോൾ ആ അഹങ്കാരത്തിൽ നിന്ന് വരുന്നതായ തെറ്റ് അത് പൊറുക്കൽ, അത് വലിയ പ്രയാസകരമാണ്. ലിഅന്ന മഅസിയത ഇബ്ലീസ കാന അസ്ലുഹാ മിനൽ കിബിരി, ഇബ്ലീസ് കണ്ടില്ലേ, ഇബ്ലീസിൻ്റെ ദോഷം പൊറുക്കപ്പെട്ട് അവൻ നന്നായിട്ടില്ലല്ലോ. എന്തേ? അവൻ്റെ പാപം, അവൻ്റെ തെറ്റ്, ആ തെറ്റിൻ്റെ അടിസ്ഥാനം കിബറായിരുന്നു. അള്ള പറഞ്ഞു ഉസ്താദായ ആദം അലൈഹിസ്സലാമിനെ ഒന്ന് ബഹുമാനിക്കണമെന്ന്. ഉസ്താദാണ് ആദം നബി. ഇവരൊക്കെ ഇബ്ലീസും മറ്റു മലക്കുകളെല്ലാം ശിഷ്യന്മാരുമാണ്. അപ്പോൾ ഉസ്താദിനെ ഒന്ന് ബഹുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ കിബർ കാരണം ഇബ്ലീസ് പറഞ്ഞു എനിക്കതിന് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ആ കിബറിൽ നിന്ന് അവൻ പുറത്തുപോയി, കിബർ വഴിയായി അവൻ പുറത്തുപോയി, അവന് പുറത്ത് കിട്ടിയിട്ടുമില്ലല്ലോ. എന്നാൽ വസല്ലത്തു ആദമ കാന അസ്ലുഹാ മിനശ്ശഹ്വാ, ആദം അലൈഹിസ്സലാമിൻ്റെ ഭാഗത്തു നിന്ന് സ്വർഗലോകത്ത് വെച്ച് ഉണ്ടായതായ ഒരു സംഗതിയുണ്ട്. നമുക്കറിയാം, പഴം തിന്നരുത്, ഒരു പ്രത്യേക പഴത്തെപ്പറ്റി പറഞ്ഞിട്ട് ആ പഴം തിന്നരുത് എന്ന് പറഞ്ഞു. അത് തിന്നലാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ അവിടെ കൽപ്പന എന്താണോ അതിന് വിരുദ്ധമായൊരു സംഗതി അവിടെ ഉണ്ടായി. അതുകൊണ്ടിപ്പോൾ ആദം നബി അലൈഹിസ്സലാം ഒരു പാപിയാണ് എന്നൊന്നും പറയേണ്ടതില്ല. അതൊക്കെ ഒരുപാട് വിശദീകരണത്തിന് വിധേയമായ കാര്യങ്ങളാണ്. ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായത്, അത് ഒരു വസ്തു തിന്നുക എന്ന ആ വസ്തുവിനോടുള്ള ശഹ്വത്ത്, ആഗ്രഹം, അതുവഴിയാണ് അവിടെ അതുണ്ടായത്. ആദം അലൈഹിസ്സലാം എന്ന് പറയുന്ന വലിയ ദർജയിൽ നിൽക്കുന്ന, ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള മാനവരാശിയുടെ മുഴുവനും ഉപ്പയായ, പിതാവായ മഹാനരുടെ ആ ഉന്നതമായ സ്ഥാനത്തിന് നിരക്കുന്നതല്ലാത്ത ചെറിയൊരു കാര്യമുണ്ടായി അവിടെ. അതുണ്ടായത് എവിടെ നിന്നാണ്? അത് ശഹ്വത്തിൽ നിന്നുണ്ടായതാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശക്കുക, അതേപോലെ ദാഹിക്കുക, അതേപോലെ ഓരോ വിശപ്പും ദാഹവും ഇല്ലെങ്കിലും ഓരോ നമുക്ക് രുചികരമായത്, രസകരമായത് തിന്നാനുള്ള ആഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ തെറ്റുകൾക്കുള്ള ചില കാരണങ്ങൾ. അതേപോലെ വൈകാരികമായ കാമപരമായ ചിന്തകളും. ഇവിടെ ഒരു പഴത്തോടുള്ള ആഗ്രഹം കൊണ്ടാണത് സംഭവിച്ചത്. എന്നിട്ടോ അത് മാഞ്ഞു പോവുകയും ചെയ്തു. അല്ലാഹു തആല ആ ചെറിയ പദവിക്ക് നിരക്കാത്തതായ ആ കാര്യമൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തു. അതിലൊന്നും പിന്നെ പ്രശ്നമുണ്ടായിട്ടില്ലല്ലോ. അതേസമയത്ത് കിബറിൽ നിന്ന്
രൂപം കൊണ്ട ഇബ്ലീസിൻ്റെ പാപം അതിന് പൊറുക്കലുണ്ടായില്ല, അതിൽ നിന്ന് ഇബ്ലീസ് രക്ഷപ്പെട്ടിട്ടുമില്ല. അപ്പം ഇവിടെയും രണ്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ച ഒരു ഉപദേശമാണ് നാം ഇപ്പോൾ ഈ വായിച്ചതും. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശം. അല്ലാഹു തആല നമ്മയൊക്കെ അവൻ്റെ നല്ല അടിമകളിൽ പെടുത്തി തരുമാറാവട്ടെ.